പുത്തൻകുളത്തെ ആനത്തറവാട്ടിൽ താരമായി നിൽക്കുന്ന ആനയാണ് പുത്തൻകുളം മോദി. കേശവൻ, അനന്തപത്മനാഭൻ, അർജുനൻ തുടങ്ങിയ പ്രഗത്ഭരായ ആനകൾക്കൊപ്പം വർഷങ്ങളായി ഈ കൂട്ടത്തിലുണ്ട് മോദി. നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രിയായി മാറിയ അതേ സമയത്താണ് ആനയുടെ ഉടമയായ ഷാജി അവന് മോദി എന്ന് പേരിടുന്നത്. പ്രധാനമന്ത്രിക്ക് 75 വയസ്സ് തികയുമ്പോൾ കേരളത്തിലെ ഈ പ്രിയങ്കരനായ മോദിക്ക് 38 വയസ്സാണ് പ്രായം. ശാന്ത സ്വഭാവം കൊണ്ട് ശ്രദ്ധേയനാണ് പുത്തൻകുളം മോദി. തെക്കൻ കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ ഇരട്ടച്ചങ്കൻ മോദിയായി ആനപ്രേമികളുടെ ഇഷ്ടതാരമായി മാറിയതിനു പിന്നിൽ ഈ സൗമ്യ സ്വഭാവം ഒരു പ്രധാന കാരണമാണ്. ഉയരം കുറവാണെങ്കിലും തലയെടുപ്പും ശരീര സൗന്ദര്യവും ഈ ആനയെ വേറിട്ട് നിർത്തുന്നു. സാധാരണയായി ഉത്സവ സീസണിൽ തിരക്കിട്ട പരിപാടികളാണ് മോദിക്കുണ്ടാവാറുള്ളത്. നീർക്കാലം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് ഈ കൊമ്പനിപ്പോൾ. വരാനിരിക്കുന്ന ഉത്സവകാലത്തിൽ തിടമ്പാനയായും കൂട്ടാനയായും തലയെടുപ്പോടെ നിൽക്കാൻ മോദി ഒരുങ്ങിക്കഴിഞ്ഞു. മോദി എന്ന് പറയുമ്പോൾ തന്നെ ആനപ്രേമികൾക്ക് ഇടയിൽ ഒരു സ്ഥാനമുണ്ട് ആനയ്ക്ക്. പിന്നെ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് ഭയങ്കര ആരാധനയാണ് ഈ ആനയ്ക്ക്, പുത്തൻകുളം മോദിക്ക്. പിന്നെ ഉത്സവ പരിപാടിക്ക് വരുക യാതൊരു വിഷയമൊന്നുമില്ല. പിന്നെ പരിപാടിയുണ്ട് ആനയ്ക്ക്, വേറെ ഒരു ചിട്ടയില്ല. ആനകളൊക്കെ ആന സാധുവാണ്. കൊച്ചി ഒന്ന് വിളിച്ചാൽ ചേ ഒന്ന് വിളിച്ചാണ് കൊച്ചി ഒന്ന് വിളിച്ചാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ ഒരു ആന അറിയപ്പെടുന്നത് അസാധാരണമായ കാര്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ഒരാനയ്ക്ക് ഒരു നേതാവിന്റെ പേര് നൽകി അതിനെ ജനകീയമാക്കാൻ കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയമാണ്. ഉടമയുടെ ഇഷ്ടം മാത്രമല്ല, ആനയുടെ സൗന്ദര്യവും ശാന്ത സ്വഭാവവും ഈ പേരിനെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യമാക്കി. പ്രധാനമന്ത്രിയുടെ പേരുള്ള ആനയെ കാണാനും വിശേഷങ്ങൾ അറിയാനും ഉത്സവപ്പറമ്പുകളിൽ ആളുകൾ എത്തുന്നത് സാധാരണ കാഴ്ചയാണ്. നരേന്ദ്രമോദി എന്ന പേര് ഒരു രാഷ്ട്രീയ പ്രതീകമായതുപോലെ പുത്തൻകുളം മോദി എന്ന പേര് ആനപ്രേമികൾക്കിടയിൽ സൗന്ദര്യത്തിന്റെയും ശാന്തതയുടെയും പ്രതീകമായി മാറിക്കഴിഞ്ഞു.